ഭാഗ്യപരീക്ഷണവുമായി മറ്റൊരു യുവ സംവിധായകൻ കൂടി. വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും നായകരായ കുഞ്ഞിരാമായണം സംവിധാനം ചെയ്യുന്ന വയനാട് സ്വദേശിയായ ബേസിൽ ജോസഫാണ് ഈ പുതുമുഖ സംവിധായകൻ. യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് വൈദികൻ ജോസഫ് പള്ളിപ്പാട്ടിൻ്റെയും തങ്കമ്മ ജോസഫിൻ്റെയും ഇളയ മകനായി 1990 ഏപ്രിൽ 28-നാണ് സുൽത്താൻ ബത്തേരിയിൽ ബേസിലിന്റെ ജനനം. ബേസിൽ ഒരു സിനിമയാണ് ക്ലാപ്പ് തിരയിൽ വർക്ക് ചെയ്തത്. ബേസിലിന്റെ സിനിമാറ്റിക് നോളജ് എന്താണ്? ബേസിൽ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞിരാമായണം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോൾ ബേസിൽ ഒരു സിനിമ ക്ലാപ്പ് അടിച്ചതിന്റെ നോളജ് എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 2015 ഓണത്തിൽ കുഞ്ഞിരാമായണം 5 പടത്തിനിടയിൽ ഓണം വിന്നറായിരുന്നു അന്നത്തെ. ഈ പറഞ്ഞ ഏറ്റവും വലിയ എന്റർടൈനർ ആയിരുന്നു. ഈ ഞാൻ എപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. നമ്മുടെ കാച്ച് നല്ല എണ്ണ വാങ്ങിച്ചു തരും. അത് വെച്ചിട്ടാണ് എനിക്ക് കട്ട ബീച്ചൊക്കെ വന്നത്. അതല്ല നിങ്ങൾ എന്നെ നന്നായിട്ടൊന്ന് ട്രീറ്റ് ചെയ്താൽ എൻജോയ്മെന്റ് എനിക്ക് തരില്ല. അപ്പോൾ ഒരു ബേസിൽ ഹാപ്പി ആകുന്നത് മാത്രമല്ല, ബേസിലിന്റെ ചുറ്റുമുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ഒരാളാണ്. ഇതാണ് കറക്റ്റ് ആയിട്ട് ഒരു അവസരം കിട്ടിയത്. ബേസിൽ തുടങ്ങുന്നത് എന്താ പറയുക, ഒരു പ്രത്യേക ഹ്യൂമർ സെൻസ് ഉണ്ട് ബേസിലിന്. ഓക്കെ, സിനിമയുടെ പ്രതികരണം കാണികളിൽ നിന്നറിയാൻ തിയേറ്റർ വിസിറ്റിന് വന്നതാണ് ചിത്രത്തിലെ പ്രധാന നായകൻ. സിനിമയുടെ എൻഡ് കാർഡ് എഴുതി കാണിക്കുന്ന സമയത്ത് കാണികളുടെ മുന്നിലേക്ക് വന്ന ആ ചെറുപ്പക്കാരനെ തിയേറ്ററിലുണ്ടായിരുന്ന ജനം ഒന്നാകെ പൊതിയുകയാണ്. സിനിമ ഇഷ്ടമായോ എന്ന് നീട്ടി വിളിച്ച് ചോദിക്കുന്ന നായകൻ. ആൾക്കൂട്ടത്തിൻ്റെ ആരവമാണ് മറുപടി. അവർ ആർത്തു വിളിക്കുന്നത് ഇങ്ങനെയാണ്: ഫാമിലി സ്റ്റാറായി, നിങ്ങൾ പൊളിയാണ്. ആ വിളികേട്ട ചെറുപ്പക്കാരൻ തൻ്റെ ട്രേഡ് മാർക്ക് ചിരിയിൽ പറഞ്ഞു, ചേട്ടാ ഞാൻ അങ്ങനെ സ്റ്റാർ ഒന്നുമല്ല. ശരിയാണ്, ആ ചെറുപ്പക്കാരൻ അമാനുഷികനായ ഒരു സൂപ്പർ താരമല്ല, മീശ പിരിച്ച് മാസ് കാട്ടുന്ന ഒരു ആക്ഷൻ താരവുമല്ല. വിരലിലെണ്ണാവുന്ന ചിത്രങ്ങളിൽ മാത്രം അഭിനയിച്ച് അവയെല്ലാം സൂപ്പർ ഹിറ്റാക്കി തീർത്ത നടൻ. 25-ാം വയസ്സിൽ ആദ്യ ചിത്രം സംവിധാനം ചെയ്ത് 100 ദിവസം ഓടിച്ച നാടൻ സൂപ്പർ ഹീറോയെ ഉണ്ടാക്കി നെറ്റ്ഫ്ലിക്സിനെ പോലും ഞെട്ടിച്ച സംവിധായകൻ. നമ്മളിലൊരാളായി മലയാളിയുടെ വീട്ടിലെ പയ്യനായി മാറിയ താരം വയനാടുകാരൻ ബേസിൽ ജോസഫ്. I come from Malayalam film industry. I'm so proud that and honored to come from Malayalam film industry to represent India